വി.ഡി. സതീശനും എം.എ. ബേബി ഒന്നും സുരക്ഷാ വിദഗ്ധരാകണ്ട, AC റൂമിലിരുന്ന് സുരക്ഷയെപ്പറ്റി അഭിപ്രായം പറയണ്ട, അവിടെ പോകണമെങ്കിൽ ആർമി യൂണിഫോം നൽകാൻ താൻ ശ്രമിക്കാമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്. ഒന്നാമത്തെ ഈ കേരള രാഷ്ട്രീയം എന്താണ്, കേരളം എന്താണ് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരാൾ പറയുന്നതാണ്. അദ്ദേഹത്തിന് ഇതുവരെ കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താണ്, നമ്മളൊരു വിഷയം ഉണ്ടാവും, ഇതുപോലത്തെ കാശ്മീർ സ്ഫോടനം ഉണ്ടാവുമ്പോൾ രാജ്യസ്നേഹമുള്ളവരെല്ലാവരും, നിങ്ങളും ഞാനും അടക്കം ചിന്തിക്കുന്നതെന്താ, ദൈവമേ ഇതിൻ്റെ പേരിൽ ഇനി വീണ്ടും ഒരു കലാപമൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കരുത്, അല്ലേ, ഒരു കുഴപ്പം ഉണ്ടാകരുത്. അതല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ പോലും നമ്മൾ ആരും തയ്യാറായില്ല. നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണിയാണ്, നമ്മുടെ നെഞ്ചിലാണ് വെടിയുണ്ട നിറച്ചിരിക്കുന്നത് എന്ന് ദേശസ്നേഹത്തോടു കൂടിയാണ് ആ വാക്ക് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിനിത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല. അപ്പോൾ വായി തോന്നിയതൊരു പറഞ്ഞതാണ്. എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല. പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി. ഞാനത് ഇഗ്നോർ ചെയ്തു. അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, പാവണം, അത് അങ്ങനെ പറഞ്ഞോട്ടെ. അത് മനസ്സിലായിട്ടില്ല, നമ്മൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെയാണ്, രാജ്യത്തിൻ്റെ കൂടെ, അല്ലാതെ നിങ്ങളെല്ലാം കേട്ടല്ലേ. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ഒരു വിവാദ പ്രസ്താവന പറഞ്ഞോ ഇന്നലെ? ആരോ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ ഒന്നും. ഞങ്ങളാരും അങ്ങനെ പറയില്ല. രാജ്യം വേവുകയാണ്, അല്ലേ, മനസ്സ് വേവുകയാണ്, എല്ലാവരുടെയും മനസ്സ് വേവുകയാണ്. ആ സമയത്ത് നമ്മൾ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കില്ല, അതിൽ രാഷ്ട്രീയം കാണാൻ നമ്മൾ ശ്രമിക്കില്ല. പിന്നെ ഇന്ത്യയിലെ മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കണ ഇയാളാണ്, കേരളത്തിലെ BJP പ്രസിഡന്റാണ് മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയതാണ്. അത് എല്ലാം ഒന്ന് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. നേരത്തെ വരണമെന്ന് കരുതിയതാണ്, പല പരിപാടികൾ കാരണം അങ്ങനെ മാറ്റിവെക്കപ്പെട്ടു പോയ പരിപാടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും UDF നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നേരിടുന്നതിന് സുസജ്ജമാണ്. എല്ലാ സംഘടനാപരമായ എല്ലാ സംവിധാനങ്ങളും BJP നല്ല ഭൂരിപക്ഷത്തിൽ, ഉയർന്ന ഭൂരിപക്ഷത്തിൽ UDF കൂടെ ജയിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പുകളാണ്. ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിശക്തമായ എതിർപ്പും വിദ്വേഷവും അവരോടുള്ള നിരാശയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. സർക്കാരിനെതിരായിട്ട് പ്രതികരിക്കാൻ ജനങ്ങളൊരു അവസരം നോക്കിയിരിക്കുകയാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല പ്രതികരിക്കുന്നത്, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രതീകാത്മകമായി ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായി പ്രതികരിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങളാണ്, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി. അൻവറിന്റെ പരിപൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ടാണല്ലോ അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹം പൂർണ്ണമായ അത് പിന്തുണ നൽകിയിട്ടുണ്ട്, അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂടെ ഉണ്ടാവും, ഞങ്ങളുമായിട്ട് കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കും. അല്ല, അതെല്ലാം മറ്റ് കാര്യങ്ങളാണ്, അതെല്ലാം UDF ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വ്യാജ ഇടപാടിൽ 2.78 കോടി രൂപ തട്ടിയെന്നാണ് SFI റിപ്പോർട്ട്. അല്ല, അതൊരു ഗുരുതരമായ ആരോപണമാണ്. കാരണം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല, പ്രതിപക്ഷ പാർട്ടികൾ ആരും ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഒരു കേസ് CMRL ഒരു കേസ് പരിശോധിച്ച് വന്നപ്പോൾ വെളിവായ ഒരു വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഗവൺമെൻറ് ലെവലിൽ ഈ ചെയ്ത ഒരു സംഭവം മാത്രമാണ്. അത് ഇതിനകത്ത് ഏറ്റവും പ്രധാന പോയിന്റ്, ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ കമ്പനിയുടെ ആളുകൾ കൊടുത്തിരിക്കുന്ന മൊഴി, ഒരു സർവീസും കൊടുക്കാതെയാണ് ഈ പണം കൈമാറിയിട്ടുള്ളത്. ഒരു സർവീസും കൊടുക്കാതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിങ് ആണ്. അത് PML ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടത്. ആരോപണം ഗുരുതരമാണ്. അത് ആരെങ്കിലും കെട്ടിപ്പൊക്കിയ ഒരു ആരോപണമല്ലല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും ഉന്നയിച്ച ഒരു ആരോപണമല്ല, ഞങ്ങളാരും ഉന്നയിച്ച ആരോപണമല്ല. അത് പുറത്തു വന്ന ഒരു ആരോപണമാണ്, ഗുരുതരമായ ആരോപണമാണ്. അപ്പം അത് അന്വേഷിക്കുകയും വേണം, അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ്.
ഈ നിലമ്പൂർ ഇതിലാരെങ്കിലും വേണമായിരിക്കും സ്ഥാനാർത്ഥി? ഞങ്ങൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിന്. അത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി ആ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പേരുകൾ ശുപാർശ ചെയ്ത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ആ പേര് പ്രഖ്യാപിക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ രീതി ഞങ്ങൾ കുറേ നാളുകളായി അവലംബിക്കുന്നുണ്ട്. ആ രീതിയിൽ തിരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ന് രാത്രി, നാളെ പ്രഖ്യാപിച്ചാൽ നാളെ രാത്രി നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള പ്രാഥമികമായ ചർച്ചകൾ നേതൃത്വം നടത്തിയിട്ടുണ്ട്. അത് കൂടുതൽ കൂടിയാലോചനകൾ നടത്തി ഉചിതമായ, ഇപ്പം നിങ്ങൾ പാലക്കാട് എന്തൊരു ബഹളം, നിങ്ങൾ 10 ദിവസം നമുക്ക് ഇരിക്കപ്പുറത്ത് തന്നിട്ടില്ല. നിങ്ങൾ എന്തൊരു വാർത്തയാണ് ഇപ്പം, എന്തൊരു വാർത്തയാണ് കുറേ ദിവസമായിട്ട് എന്തെല്ലാം വാർത്തയാണ് കൊടുക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, എന്തെല്ലാം. ഒരു ദിവസം രാവിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് കൊടുക്കും, എന്നിട്ട് പറയും ഉച്ചയ്ക്ക് പറയും അയാളുടെ ഭാരം കുറഞ്ഞു, തൂക്കം വേറെ ആൾക്ക് കൂടിയെന്ന് പറയും. നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പാവങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നടക്കണം. ഇതൊക്കെ തീരുമാനിക്കണം ഞങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കണം. ഞങ്ങൾക്കൊരു അനുമതി ഇതാ ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ വേറൊരു വാർത്ത ഞാൻ കണ്ടു, ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു. അപ്പം അൻവർ ഞങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ. നിങ്ങൾ വാർത്ത കൊടുത്താണ്. അപ്പം ഞാൻ വിമർശിക്കില്ല കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പരിഭവം പറയും, ഇങ്ങനെ തമാശ വിമർശിക്കൊന്നുമില്ല. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാ കാര്യവും ഉണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം പോവാതെ നോക്കണം ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു വിശ്വാസം, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വാർത്ത ഇതുപോലത്തെ കൊടുത്തോണ്ടിരുന്ന ആളില്ല. അത് ആ ചാനലല്ലേ ഇങ്ങനെ സ്ഥിരം പറയണെന്ന്. അതാണ് എനിക്ക് വിഷമം. അത് ഓർത്തോളാം. അവരുടെ രാഷ്ട്രീയ വോട്ടുകൾക്കൊപ്പം UDF കിട്ടുന്ന അസംതൃപ്തരായ വോട്ടുകൾ കൂടി കിട്ടിയാൽ വിജയിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു അസംതൃപ്തി UDF ഇല്ല. അവരുടെ രാഷ്ട്രീയ വോട്ട് അവർക്ക് കിട്ടില്ലല്ലോ. കിട്ടിയ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയതാ പാലക്കാട്. എന്നിട്ട് എന്തായി എന്നിട്ട് പാലക്കാട് ദയനീയമായ 3ാം സ്ഥാനത്തേക്ക് പോയില്ലേ. തൃക്കാക്കരയിൽ എന്താ സംഭവിച്ചത്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് 1 മാസം ക്യാമ്പ് ചെയ്തു ഇല്ലേ? തൃക്കാക്കരയിൽ 1 മാസം ക്യാമ്പ് ചെയ്തു. എല്ലാ ഭരണത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചു. PT തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിലാണ് ഉമാ തോമസ് ജയിച്ചത്. എന്തായിരുന്നു അവിടെ ബഹളം പുതുപ്പള്ളിയിൽ? ഉമ്മൻചാണ്ടിയെ പോലുള്ള പരിണതപ്രജ്ഞനായ ഒരു നേതാവ് ജയിച്ചതിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് പുതുപ്പള്ളി ജയിച്ചത്. പാലക്കാട് ഷാഫി പറമ്പിലിനെ പോലത്തെ ഒരു പ്രഗത്ഭനായ ഒരു പാർലമെൻറ്റേറിയൻ ജയിച്ചതിൻ്റെ 5 ഇരട്ടി വോട്ടിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഇന്ത്യയിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ, സാധാരണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി ദയനീയം. എല്ലായിടത്തും പ്രതിപക്ഷത്തിൽ ജയിക്കാൻ പറ്റാറില്ല. കേരളത്തിൽ അങ്ങനെയല്ല. അത് ഞങ്ങളുടെ മിടുക്കാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വെറുപ്പാണ് അതിലെല്ലാം പ്രതിഫലിക്കുന്നത്. ഭയങ്കര ദേഷ്യമാണ്. പാലക്കാട് വടകരയൊക്കെ ഉണ്ടായ ചില അനഭിലഷണീയമായതൊക്കെ ഇവിടെയും പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം ഉണ്ടാവില്ല. ഇവിടെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും, ഞങ്ങൾ ജയിക്കും. അത്രയും രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു നിയോജകമണ്ഡലവും അവിടുത്തെ UDF പ്രവർത്തകരുമാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് നല്ല വോട്ടുണ്ട്. അതേ അവസരത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത, ആര്യാട് സാറ് മത്സരിക്കുമ്പോൾ പോലും കിട്ടാത്ത വോട്ടുകൾ കൂടി ഈ പ്രാവശ്യം കിട്ടി. കാരണം അത് ഗവൺമെൻറ്റിനോടുള്ള നെഗറ്റീവ് വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടും. സർക്കാരിനോട് ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കിട്ടിയ അവസരമുണ്ട്. അതിൽ CPM വോട്ടും കിട്ടും ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ല പാലക്കാട് ഞങ്ങൾക്ക് CPM വോട്ട് കിട്ടുമെന്ന് പറയുന്നത് ഇല്ലേ? എല്ലായിടത്തും കിട്ടിയില്ലേ ഞങ്ങൾക്ക് CPM വോട്ട്? ഞങ്ങൾക്ക് എല്ലായിടത്തും കിട്ടിയില്ലേ CPM വോട്ട്? കിട്ടിയില്ലേ? പരമ്പരാഗത, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ അവർക്ക് വോട്ട് ചെയ്യില്ല. കാരണം ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുഴിച്ചു മൂടാൻ വേണ്ടി വന്നേക്കണവരാണെന്ന് ശരിയായിട്ടുള്ള പാർട്ടിക്കാർക്കറിയാം. പിന്നെ ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് അവർ ലെഫ്റ്റാണ്, അവർ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഒന്നുമില്ല, അവർ ലെഫ്റ്റിനെ വോട്ട് ചെയ്യുള്ളൂ. ഈ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികർ എല്ലാ നിയോജകമണ്ഡലത്തിലുണ്ട്. കേരളത്തിൻ്റെ സെൻറ്റർ തന്നെ ലെഫ്റ്റാണ്. അവരാരും ഇവർക്ക് വോട്ട് ചെയ്യത്തില്ല. അവരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. കാരണം ഞങ്ങളാണിപ്പോൾ അത്തരം പുരോഗമനപരമായ ചിന്താഗതികളും നിലപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. ഇപ്പോൾ UDF ആണ്, കേരളത്തിലെ കോൺഗ്രസ് ആണ്. ഞങ്ങളാണ് പുരോഗമനപരമായ നിലപാട്. ഇവർ തീവ്ര വലതുപക്ഷമാണ്. ചേട്ടൻബാവയുടെ പുറകെയാണ് അനിയൻബാവ പോകുന്നത്. ഡൽഹി പോണ പോലെയാണ് ഇവർ പോകുന്നത്. എല്ലാ കാര്യത്തിലും തീവ്ര വലതുപക്ഷ നിലപാടാണ് കേരളത്തിൻ്റെ CPMന്. അവസാനം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഒറ്റക്കെട്ടായി പറയാണ് ഫാസിസ്റ്റ് ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യയിലെ CPM മാത്രമാണ് പറയുന്നത് BJP ഫാസിസ്റ്റ് പാർട്ടി അല്ല, നവ ഫാസിസ്റ്റ് പോലും അല്ല BJP.
എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ് ഇന്ത്യയിൽ BJPയുടെ ഫാസിസ്റ്റ് ഭരണം അല്ല എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏക പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. ഈ കേരളത്തിലെ നേതാക്കന്മാരുടെ BJP പ്രീണനം കൊണ്ടും BJP പേടി കൊണ്ടുമാണ് അവർ ഈ പാവം കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചിരിക്കുന്നത്. അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അവർ BJPയുടെ സഹയാത്രികരാണ്, അവരുടെ കൂടെയാണ്, പേടിയാണ്. കാരണം കേസ്